മീനം രാശി. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരോരുട്ടാതിയുടെ കാൽഭാഗവും ഉത്തരട്ടാതിയും രേവതിയും കൂടി ചേരുന്ന മീനം രാശി. വളരെ മെച്ചപ്പെട്ട ഒരു വർഷമാണ് 2026 ഈ രാശിക്കാർക്ക്. കാരണം ശനി 1-ാം ഭാവത്തിൽ, അതായത് ജന്മശനിയാണ്. വ്യാഴം ജൂൺ 2 വരെ 4-ാം ഭാവത്തിലും അതിനുശേഷം 5-ാം ഭാവത്തിലേക്കും വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അനുകൂലകരമായ ഒട്ടനവധി സാധ്യതകൾ നിറഞ്ഞ ഒരു വർഷം കൂടിയാണ്. അപ്പോൾ തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ ജന്മശനിയുടെ സ്വാധീനം കൊണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ ജോലിയിൽ കൂടുതൽ എന്താ പറയുക, സമ്മർദ്ദ തടസ്സങ്ങളൊക്കെ വരുത്താൻ ശനിക്ക് സാധിക്കും. പക്ഷേ ക്ഷമയോടുകൂടി അതിനെ നേരിടുകയാണെങ്കിൽ, അഭിമുഖീകരിക്കുകയാണെങ്കിൽ അതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഏത് പ്രയാസഘട്ടങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോഴും ആത്മധൈര്യത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി അതിനെ മറികടക്കാനുള്ള മാനസികാവസ്ഥ സൃഷ്ടിച്ചാൽ ഏത് പ്രതിബന്ധങ്ങളും തടസ്സമില്ലാതെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും, അതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ രാശിക്കാരെ പഠിപ്പിക്കുന്ന ഈ വർഷം 2026. അതുപോലെ തന്നെ നമുക്ക് 4-ാം ഭാവത്തിലെത്തുന്ന വ്യാഴം ജോലിയിൽ സുഖകരമായ ഒരു അവസ്ഥ കൊണ്ട് തരും. അങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ ജോലി ചെയ്യുവാൻ, തുടർന്നു പോകുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു സാധ്യത നിറഞ്ഞ വർഷം കൂടിയാണ് 2026. ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആദ്യ പകുതിയിൽ കുടുംബത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ, അവരോടൊപ്പം ചെലവഴിക്കാൻ സാധിക്കുക ഇതുവരെ കഴിയാത്ത ഒരു കാര്യം കൂടി വന്നു ചേരുന്നത് പോലെയാണ്. കാരണം അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം, ഭാര്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ സംബന്ധിച്ച് അവരോടൊപ്പം ചെലവഴിക്കാൻ കിട്ടുന്ന നിമിഷങ്ങൾ എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായതാണ്. കുട്ടികളുമൊത്ത് ഒക്കെ ചിലവഴിക്കുക. അപ്പോൾ കുടുംബപരമായിട്ടുള്ള കുറേ സമയം ചിലവഴിക്കാനും അതുപോലെ തന്നെ അങ്ങനെ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനും, നല്ല നല്ല ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ സഹോദരന്മാർ അല്ലെങ്കിൽ ബന്ധുജനങ്ങൾ, പിന്നെ സ്നേഹിതന്മാർ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർ, നമുക്ക് അങ്ങോട്ട് സ്നേഹമുള്ളവർ, ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുവാനും നിലനിർത്തുവാനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് 2026 എന്ന് പറയുന്നത്. നമ്മുടെ പ്രയത്നത്തിലൂടെയാണ്. പിന്നെ ജന്മശനിയുടെ സ്വാധീനം കാരണം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ ജോലിയിൽ സമ്മർദ്ദം ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ ധനപരമായി വരുന്ന കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അനാവശ്യവുമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്നുണ്ടാകുന്ന ചിലവുകളൊക്കെ നമ്മളെ വല്ലാതെ തളർത്തും, മാനസികമായി തളർത്തും. കാരണം അത്രയ്ക്ക് മാത്രം ധനപരമായ വരവില്ലാതെ വരുമ്പോഴാണ് ഈ ചിലവ് കൂടുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് മാനസികമായിട്ട് തകർച്ചയുണ്ടാവും. അപ്പോൾ ആ മാനസിക തകർച്ച വരാതിരിക്കുവാൻ വിനിയോഗിക്കുന്ന രീതികൾ, ധനപരമായ മാർഗ്ഗങ്ങൾ എത്രത്തോളം നമുക്ക് അനുകൂലമാകുന്നു അത്രത്തോളം വളരെയധികം ശ്രദ്ധയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുവാനും നമുക്ക് സാധിക്കണം. അത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള എന്താ പറയുക ചിലവുകളൊക്കെ നിയന്ത്രിക്കുക. നിക്ഷേപ കാര്യങ്ങളാണെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാവൂ. വിത്തിൻ ഷോർട്ട് പീരീഡ് പൈസ കിട്ടും എന്ന് പറഞ്ഞ് നിക്ഷേപങ്ങളിലോ മറ്റോ കൊണ്ടുപോയിട്ട് നമ്മൾ പണം നിക്ഷേപിക്കരുത്, അല്ലെങ്കിൽ ധനം നിക്ഷേപിക്കരുത്. അത് ചിലപ്പോൾ അബദ്ധമാകും. അതുകൊണ്ട് തന്നെ അതെല്ലാം ശ്രദ്ധിക്കുക. ദീർഘകാല നിക്ഷേപങ്ങളാവാം, അതും ശ്രദ്ധയോടുകൂടി പഠിച്ച് മനസ്സിലാക്കി അത് നമുക്ക് അനുകൂലമാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവൂ. അല്ലാത്ത പക്ഷം നമുക്ക് മാനസികമായിട്ടുള്ള എന്താ പറയുക വിഷമങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ധനപരമായ വിനിയോഗങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട വർഷമാണ്. ആരോഗ്യ കാരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജന്മശനി കാരണം ആരോഗ്യ കാര്യങ്ങളിലും അതുപോലെ അധികമായിട്ടുള്ള ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അലസത ഒഴിവാക്കുക. കാരണം മനസ്സിന് എപ്പോഴും ഒരു അലസത വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ തൊഴിൽപരമായ മേഖലയിൽ സമ്മർദ്ദങ്ങൾ, അതുപോലെ തന്നെ ധനപരമായ മേഖലയിൽ അപ്രതീക്ഷിതമായ ചിലവുകൾ, ബന്ധങ്ങളിലുണ്ടാകുന്ന ചില ഇടച്ചിലുകൾ അല്ലെങ്കിൽ മറ്റ് പൊരുത്തക്കേടുകൾ, ഇതൊക്കെ നമ്മളെ മാനസികമായിട്ട് തളർത്തുമ്പോൾ ആരോഗ്യപരമായി നമ്മൾ ക്ഷീണിതാവസ്ഥയിലാകും. അത് പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം? ഇതെല്ലാം മറികടക്കാനുള്ള ഒരു മാനസിക ആത്മധൈര്യം അല്ലെങ്കിൽ മാനസിക അവബോധം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും യോഗ പോലെയുള്ള കാര്യങ്ങൾ അനുവർത്തിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് അഭിപ്രായം. ആ ഒരു മേഖലയും കൂടെ മെച്ചപ്പെടുത്തിയെടുത്താൽ, അതായത് ഭക്ഷണത്തിലൂടെയാണല്ലോ എല്ലാം വരുന്നത്. നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ കഴിയുന്നതും ഭക്ഷണത്തിലൂടെയാണ്. ആ ഭക്ഷണത്തിലൂടെ തന്നെയാണ് നമുക്ക് ആരോഗ്യത്തെ മോശമാക്കുവാനും സാധിക്കുന്നത്. അപ്പോൾ ആരോഗ്യം തീരുമാനിക്കുന്നത്, ആരോഗ്യവും അനാരോഗ്യവും തീരുമാനിക്കുന്നത് നാം ഏത് ഭക്ഷണം കഴിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സാത്വികമായിട്ടുള്ള ഭക്ഷണക്രമങ്ങളാണ് നല്ലത്. പിന്നെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാതിരിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും നമ്മൾ കഴിക്കേണ്ടത് എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, അത് എൻ്റെ ആവശ്യാനുസരണം എനിക്ക് അതെങ്ങനെ ബാധിക്കും എന്നുള്ള രീതിയിലുള്ള ചിന്തകളെ വെച്ച് വളർത്തിക്കൊണ്ടുള്ള ഭക്ഷണക്രമങ്ങൾ, യോഗ, ധ്യാനം അല്ലെങ്കിൽ മറ്റ് വ്യായാമ മുറകളൊക്കെ പാലിക്കുന്നത് നല്ലതാണ്. എന്തായാലും ഏറ്റവും കൂടുതൽ ഈ
രാശിക്കാർക്ക് ഒരു 55-60% ഗുണഫലങ്ങളും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഒരു പ്രയാസകരമായ ഒരവസ്ഥ എല്ലായ്പ്പോഴും ആരുടെ ജീവിതത്തിലും ഉണ്ടാവും. പക്ഷേ പ്രയാസകരമായ ജീവിതങ്ങളുടെ അളവ് കുറച്ച് സുഖകരമായ ഒരു ജീവിതത്തിൻ്റെ അളവ് കൂടുതലാക്കി ആ നന്മ നിറഞ്ഞ കർമ്മങ്ങളിലൂടെ, നന്മ നിറഞ്ഞ പ്രയത്നങ്ങളിലൂടെ, ശ്രമങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ധ്യാനങ്ങളിലൂടെ ഒക്കെ നമുക്കൊന്ന് മെച്ചപ്പെട്ടൊരു ജീവിതം നയിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വർഷം കൂടിയാണ് മീനം രാശിക്കാർക്ക് ഈ 2026. അതുകൊണ്ട് തന്നെ ദൈവാധീനത്തോടു കൂടി ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി ജീവിക്കുവാൻ ഈശ്വര പ്രാർത്ഥനയും ക്ഷേത്ര ദർശനങ്ങളുമൊക്കെ നടത്തുക, നല്ലത് വരണേ എന്ന് പ്രാർത്ഥിക്കുക, നന്മ നിറഞ്ഞ കർമ്മങ്ങളിൽ അനുഷ്ഠിക്കുക. ആ കർമ്മങ്ങളിലൂടെ മനഃശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം.